യോശുവയുടെ പുസ്തകം തന്നെ 24-ാം അധ്യായത്തിൻ്റെ 24, 25 വാക്യങ്ങൾ ഒരാളൊന്ന് ശബ്ദമുയർത്തി വായിക്കണം. യോശുവയുടെ പുസ്തകം 24-ാം അധ്യായം അതിൻ്റെ 24, 25 വാക്യങ്ങൾ വായിച്ചാട്ടെ. ആ ആ ആ മതി. അവിടെ നമുക്കതിന് മുമ്പാണ് യോശുവ പറയുന്നത്. അതിൻ്റെ മക്കളെ ഞാൻ 1-2 വാക്യങ്ങൾ കൂടി പറഞ്ഞു പോകാം. അതിൻ്റെ 13-ാം വാക്യം ഒന്ന് വായിച്ചേ. നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. ഡിസ്പ്ലേ ഇട്ടിട്ടുണ്ട്, നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കേട്ട് പോകണം. ഒരാൾ ശബ്ദം ഉയർത്തി വായിക്കുമ്പോൾ ഒരു മൈക്കും കൂടെ കൊടുക്കാമെങ്കിൽ വലിയ ഒരു സന്തോഷമായിരിക്കും ആ മേഖലകളിൽ. ഒന്ന് വായിച്ച് ആ മൈക്കും കൊടുത്ത സിസ്റ്റർക്ക്. യോശുവയുടെ പുസ്തകം 24-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യമാണ് വായിക്കുന്നത്. ശബ്ദം ഉയർത്തി വായിച്ചോ. നിങ്ങൾ പ്രയത്നം ചെയ്യാത്ത ദേശവും മഹനീയ സഭയോടുള്ള ദൂത. നമ്മൾ പ്രയത്നം ചെയ്യാത്ത ദേശത്ത് നമ്മളെ കൊണ്ടുവന്നിരിക്കുക. വായിച്ചു. നമ്മൾ പണിയാത്ത പട്ടണങ്ങളും ഞാൻ നിങ്ങൾക്ക് തന്നു. ദൈവം പറയുകയാണ് മഹനീയം ദൈവസഭയെ, അല്ലെങ്കിൽ ഈ ഓൺലൈനിൽ കേൾക്കുന്ന വിശുദ്ധന്മാരെ, വിശുദ്ധമതികളെ, മണവാട്ടിയാം ദൈവസഭയെ, അല്ലെങ്കിൽ അങ്ങനെ ക്രമീകരണത്തിലേക്ക് വരുന്ന ദൈവമക്കളെ, നിങ്ങൾ പണിയാത്ത ഭവനത്തിൽ, നിങ്ങൾ കുഴിക്കാത്ത കിണറുകളിൽ, നിങ്ങൾ നടാത്ത വൃക്ഷങ്ങളിൽ, നിങ്ങൾ ചിന്തിക്കാത്ത പട്ടണങ്ങളിൽ നിങ്ങളെ കൊണ്ട് ഉറപ്പിച്ച് ദൈവം നിർത്തിയിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവിന് ഒന്നും കൂടെ പറയാനുണ്ട്. പറഞ്ഞോ. നിങ്ങൾ അവയിൽ പാർക്കുന്നു. നിങ്ങൾ നട്ടിട്ടില്ലാത്ത മുന്തിരിത്തോട്ടങ്ങളും ഒലിവ് തോട്ടങ്ങളും നിങ്ങൾക്ക് അനുഭവമായിരിക്കുന്നു. നിങ്ങൾക്ക് ഞാൻ അനുഭവമായി നൽകിയിരിക്കുന്നു. ഇനി 16-ാം വാക്യം. അതിന് ജനം ഉത്തരം പറഞ്ഞത്. ഇത് യോശുവ ജനത്തെ ഒന്നുകൂടെ ഓർമ്മിപ്പിച്ച് പറഞ്ഞിട്ട് ജനം ഇപ്പോൾ ഉത്തരം പറയുകയാണ്. യഹോവയെ ഉപേക്ഷിച്ച് അന്യ ദൈവങ്ങളെ സേവിപ്പാൻ ഞങ്ങൾക്ക് ദൈവമേ സംഗതി വരരുത്. എന്താ ഇപ്പോൾ അനുഭവിക്കുന്ന നന്മകളെ കുറിച്ച് ഒന്ന് റിമൈൻഡ് ചെയ്തപ്പോൾ പറയുകയാണ്, അപ്പാ ഇതെല്ലാം സ്വർഗം നൽകിയിരിക്കുന്നതാ, അതും കൊണ്ട് അങ്ങേ വിട്ട് ഞങ്ങൾ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയുവാൻ സ്വർഗം അനുവദിക്കരുത്. യോശുവ ഇതെല്ലാം കേട്ടിട്ട് പറയാ, ഇനി നിങ്ങൾ അങ്ങനെ പോയാലും ശരി, ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കും. ഒരു വ്യക്തിയുടെ അചഞ്ചലമായ തീരുമാനത്തിൻ്റെ മുമ്പിൽ ദൈവം അങ്ങ് പ്രസാദിക്കുകയാണ്. അങ്ങനെ അതിൻ്റെ അടുത്ത ഒരു ഭാഗത്തേക്ക് കയറാം. 2 ശമൂവേലിൻ്റെ പുസ്തകം 23-ാം അധ്യായത്തിൻ്റെ അതിൻ്റെ 11, 12 വാക്യങ്ങളൊന്ന് വായിച്ചേ ആദ്യം. അതിൻ്റെ ശേഷം ഹാരാര്യനായ ആഗയുടെ മകനായ ശമ്മ ഒരിക്കൽ ചെറുപയർ ഉള്ളൊരു വയലിൽ കവർച്ചയ്ക്ക് ഫെലിസ്ത്യർ കൂടി വന്നപ്പോൾ ജനം ഫെലിസ്ത്യരുടെ മുമ്പിൽ നിന്ന് ഓടിപ്പോയി. ഒരിക്കൽ കൂടി ഒന്ന് വായിച്ച് ഒന്നുകൂടെ ക്ലിയർ ആക്കി വായിച്ചേ. അവന്റെ ശേഷം ഹാരാര്യനായ ആഗയുടെ മകനായ ശമ്മ ഒരിക്കൽ ചെറുപയറുള്ളൊരു വയലിൽ കവർച്ചയ്ക്ക് ഫെലിസ്ത്യർ കൂടി വന്നപ്പോൾ ജനം ഫെലിസ്ത്യരുടെ മുമ്പിൽ നിന്ന് ഓടിപ്പോയി. അവനോ വയലിന്റെ നടുവിൽ നിന്ന് അതിനെ കാത്ത് ഫെലിസ്ത്യരെ വെട്ടി യഹോവ വലിയൊരു ജയം നൽകി. മതി. ഈ 2 ശമൂവേല് 23-ാം അധ്യായത്തില് ഒരു വ്യക്തിയെ ആദ്യമൊന്ന് ദൈവം തമ്പുരാൻ ആ തിരുവചനത്തിലൊന്ന് വെളിപ്പെടുത്തുന്നുണ്ട്. അതിൻ്റെ 1-ാം വാക്യത്തിൽ ഒരു വ്യക്തിക്ക്, ദൈവസഭയിലായിരിക്കുന്ന ഓരോ വ്യക്തികൾക്കും വേണ്ട ചില ഗുണസവിശേഷതകളെ അവിടെ പറയുന്നുണ്ട്. വായിച്ചേ 1-ാം വാക്യം. ദാവീദിന്റെ അന്ത്യവാക്യങ്ങളാണിത്. ഇശായി പുത്രനായ ദാവീദ് ചൊല്ലുന്നു. ഔന്നത്യം പ്രാപിച്ച പുരുഷൻ ചൊല്ലുന്നു. 1-ാമത്തെ ക്വാളിറ്റി ഇംഗ്ലീഷിൽ അവിടെ ഡിസ്പ്ലേ ഉണ്ടോ? വാട്ട് ഇറ്റ് ഈസ് മെൻഷൻ ദേ? ഔന്നത്യം. എനിക്ക് വാക്കിൻ്റെ അർത്ഥം അറിയത്തില്ലായിരുന്നു. പക്ഷെങ്കിൽ ദേശത്ത് അവനൊരു ഉയർച്ച കൊടുത്തു. ഉയർച്ച പ്രാപിച്ച വ്യക്തി. രണ്ടാമത്തെ ക്വാളിറ്റി
യാക്കോബിൻ ദൈവത്താൽ അഭിഷിക്തൻ. രണ്ടാമത്തേത് പറയാണ് യാക്കോബിന്റെ ദൈവത്താൽ അഭിഷിക്തൻ. ഹി ഈസ് ആൻ അനോയിന്റഡ് മാൻ. മൂന്നാമത്തേത് വായിച്ചോ. ഇസ്രായേലിൻ മധുരഗായകൻ. ഇസ്രായേലിന്റെ മധുരഗായകൻ തന്നെ. യഹോവയുടെ ആത്മാവ് എന്നിൽ സംസാരിക്കുന്നു. ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുന്നവൻ. ഒന്നാമത്തേത് ഔന്നിത്യം പ്രാപിച്ചവൻ, രണ്ടാമത്തേത് അഭിഷിക്തൻ, മൂന്നാമത്തേത് മധുരഗായകൻ, നാലാമത്തേത് ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുന്നവൻ. അഞ്ചാമത്തെ ക്വാളിറ്റി അവന്റെ വചനം എന്റെ നാവിൽ. ദൈവവചനം നാവിന്മേലിരിക്കുന്ന പുരുഷൻ. ആറാമത്തേത് ഗുണമുണ്ട്, അവൻ പ്രവചിച്ചു പറഞ്ഞതെന്തെന്നാൽ. പറഞ്ഞോ, അതോട് വായിച്ചോ. ഇസ്രായേലിന്റെ ദൈവം കൽപ്പിച്ചു. അവൻ പ്രവചിച്ച് പറയുകയാണ്, കൽപ്പിച്ചു പറയുന്ന കാര്യങ്ങൾ. 6-7 കൂട്ടം ക്വാളിറ്റീസ് നിങ്ങളെ 1-ാം വാക്യത്തിൽ ഈ അഭിഷിക്തനെ കുറിച്ച് പറയുന്നുണ്ട്. എന്നിട്ട് 8-ാം വാക്യത്തിൽ 8 തൊട്ട് 11 വരെ ഒന്ന് വായിച്ചേ. ദാവീദിനുണ്ടായിരുന്ന വീരന്മാരുടെ പേരുകളാവിത്. തഹ്കെമോന്യൻ, യോശേബ് ബെശേബത്ത്. ഒന്നാമത്തെ ആളുടെ പേരാണ് തഹ്കെമോന്യൻ, യോശേബ് ബെശേബത്ത്. അത് ഒറ്റ ആള് തന്നെയാണ്. ഓക്കെ, അടുത്ത വാക്യത്തിൽ കയറി. അവൻ നായകന്മാരിൽ തലവൻ. 800 പേരെ ഒരേ സമയത്ത് ആക്രമിച്ചു കൊന്ന എസ്നൻ, അദീനോ ഇവൻ തന്നെ. അടുത്തത് രണ്ടാമത്തെ ആളുടെ പേര്. അവന്റെ ശേഷം ഒരു അഹോഹിന്റെ മകനായ ദോദായിയുടെ മകൻ എലയാസർ. രണ്ടാമത്തെ ആളുടെ പേര് എലയാസർ. മൂന്നാമത്തെ ആളുടെ പേരാണ് നമ്മൾ വായിച്ച ഷെമ്മ എന്ന് പറയുന്ന ദാവീദിന്റെ വീരപുരുഷന്മാർ. ഒരു രാജ്യത്തിലെ രാജാവിൻ്റെ കിങ്ഡം, ആ രാജ്യത്തിൻ്റെ വീരനായകന്മാരെ കുറിച്ച് ഈ അഭിഷിക്തനായിരിക്കുന്ന ദാവീദ് തൻ്റെ മരണക്കിടക്കയിലിരുന്ന് പറയുന്ന കാര്യങ്ങളാണ്. ഞാനിങ്ങനെ ചിന്തിച്ചു, ദൈവം തമ്പുരാൻ നമ്മളെക്കുറിച്ച് ഇങ്ങനെ ഒരു സാക്ഷ്യം പറയണം അല്ലേ? നമ്മളെക്കുറിച്ച് ദൈവദാസന്മാർ ഇങ്ങനെ ഒരു സാക്ഷ്യം പറയണം, നമ്മളെക്കുറിച്ച് ജനം ഇങ്ങനെ ഒരു സാക്ഷ്യം പറയണം. അതുകൊണ്ട് നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ പറയണം, ദാവീദിൻ്റെ മേൽ പകർന്ന അഭിഷേകം എൻ്റെ മേലും പറയണം. പ്രവചിക്കുവാൻ മധുരഗായകൻ എന്നുള്ള നിലയിൽ അഭിഷിക്തനായിരിക്കുന്ന, ഔന്നിത്യം പ്രാപിച്ച അഭിഷേകത്തെ കൈകാര്യം ചെയ്യുന്ന, ദൈവവചനം നാവിലുള്ള, ദൈവവചനങ്ങളെ കൽപ്പിക്കുന്ന ഒരു ദൈവപുരുഷനായിരിക്കുന്ന ദാവീദ് പറയുകയാണ്, എൻ്റെ കാലഘട്ടത്തിൽ 3 എനിക്ക് വീരശൂര പരാക്രമികളായ ലീഡേഴ്സ് ഉണ്ടായിരുന്നു. 2 പേരുടെ കാര്യത്തെ എനിക്ക് ഇന്ന് തൊടുവാൻ സാധിക്കുന്നില്ല. മൂന്നാമത്തെ ആളുടെ പേരാണ് ഷെമ്മ. ഷെമ്മ ആരാണെന്ന് അവിടെ പറയുന്നു. ഒരിക്കൽ കൂടി വായിച്ച് അതിൻ്റെ 11-12 വാക്യങ്ങൾ. അവന്റെ ശേഷം ഹരാര്യനായ ആഗയുടെ മകനായ ഷമ്മ ഒരിക്കൽ ചെറുപയറുള്ള ഒരു വയലിൽ കവർച്ചയ്ക്ക് ഫെലിസ്തീർ കൂടി വന്നപ്പോൾ ജനം ഫെലിസ്തീരുടെ മുമ്പിൽ നിന്ന് ഓടിപ്പോയി. മതി, അവിടെ ഒന്ന് നിൽക്കാം. ഇനി പുസ്തകങ്ങളൊക്കെ മടക്കുക. ഒരാൾ റീഡ് ചെയ്യും. നിങ്ങൾക്ക് വേണ്ടപ്പോൾ വേണ്ട ഡിസ്പ്ലേയും ഉണ്ട്. എല്ലാ കുഞ്ഞുങ്ങളും പുസ്തകം മടക്കിക്കൂ. എല്ലാവരും പുസ്തകമൊക്കെ മടക്കി അല്പസമയം ഇരിക്കുക. നിങ്ങൾ ഈ ഭാഗം ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് ചുമ്മാ അങ്ങ് വായിച്ചു വിടാം. ഈ 3 ദൈവപുരുഷന്മാരെ കുറിച്ച് നമുക്ക് പ്രസംഗിക്കാൻ കഴിയും. പക്ഷെ അങ്ങനെയല്ല, ഓരോരുത്തരെക്കുറിച്ച് ഒന്ന് ചിന്തിച്ചപ്പോൾ ഈ വ്യക്തിയിൽ 1-2 ഗുണങ്ങളുണ്ട്. ഒന്ന്, നമ്മളെപ്പോഴും ശ്രദ്ധിക്കണമേ, ശത്രു വിളവ് എടുക്കുവാൻ വന്ന സമയം ഏതാണ്? നിങ്ങൾ ആ ഭാഗം അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? ഫെലിസ്ത്യർ ഈ ഷെമ്മായുടെ നിലത്തിലെ അല്ലെങ്കിൽ അവൻ്റെ വയലിലെ വിളവ് മോഷ്ടിക്കാൻ വന്ന സമയം. അവൻ ഉഴുതും മറിച്ച് വെള്ളമടിച്ച് അത് നിരപ്പാക്കി ഒരു കൾട്ടിവേഷൻ അല്ലെങ്കിൽ ഒരു ക്രമീകരണ കാലത്തല്ല. ഞാൻ അങ്ങനെ അതിനെ ഒന്ന് വായിച്ചപ്പോഴാണ് എന്തും കൊണ്ട് ഇത് ദാവീദ് എഴുതിയിരിക്കുന്നതെന്ന് എനിക്ക് ബോധ്യമായത്. അതെന്നാ പാസ്റ്ററെ, വിളവിൻ്റെ കാലത്തല്ലേ വിളവ് മോഷ്ടിക്കാൻ വരികയുള്ളൂ? അങ്ങനെ ചിന്തിക്കേണ്ട കാര്യമുണ്ടെങ്കിൽ അതിൻ്റെ അടുത്തതും കൂടെ പറയാം. ശത്രുവിൻ്റെ ഉദ്ദേശം വിളവ് മോഷ്ടിക്കുകയല്ല. അതിൻ്റെ ഹിസ്റ്ററി വായിക്കണം, അതിൻ്റെ ചരിത്രം അങ്ങനെയാണ്. ഫെലിസ്ത്യർ വന്ന് അവർ കിട്ടിയ വിളവുമായിട്ട് പോകുന്നു, കിട്ടിയതുമായി പോകുന്നു. ശേഷിച്ചതിനെ അവർ തീയിട്ട് നശിപ്പിക്കുന്നു. എനിക്കും വേണ്ട, നിനക്കും വേണ്ട.
അപ്പോൾ നമുക്കിങ്ങനെ ചിന്തിച്ചുകൂടെ, അങ്ങനെയാണെങ്കിൽ ഇത് തുടങ്ങുന്ന ആരംഭത്തിങ്കൽ തന്നെ, അതായത് ജനം ഈ കൃഷിയിടത്തെ നിലത്തെ ഉഴുതു മറിച്ചപ്പോൾ തന്നെ വന്ന് ശത്രുവിന് കാവൽ നിന്ന് ഇതിനെ വിത്ത് വിതയ്ക്കരുത്, ഇതിൻ്റെ പണി നടക്കരുത്, ഇത് വളരാൻ അനുവദിക്കരുത് എന്നും പറഞ്ഞ് അവർക്ക് ചെയ്തുകൂടെ? ഞാൻ ചിന്തിച്ചപ്പോൾ എന്നെ സത്യത്തിൽ ഈ മെസ്സേജ് എന്നെ ഇച്ചിരി ഒന്ന് ചിന്തിപ്പിക്കാനിടയായി. നമ്മളുടെ വ്യക്തിപരമായ ജീവിതത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണം. എവിടെ ഒരു ഒരു തളിർക്കലുണ്ടായോ അവിടെയാണ് അവൻ്റെ നോട്ടം. അവിടെയാണ് അവൻ്റെ നോട്ടം. വിവാഹം കഴിക്കുന്നിടം വരെ ഒരു കുഴപ്പമില്ല. ദൈവസന്നിധിയിൽ നേർച്ചകൾ നേർന്ന് സമർപ്പിച്ച് തലമുറകളെ കരത്തിൽ ഒന്ന് ലഭ്യമായി അന്നേരം തുടങ്ങും ആ കൊച്ചിനിട്ട് ഫൈറ്റ്. ഒരു കുടുംബജീവിതം ഒന്ന് കെട്ടിപ്പടുത്തി ഭാര്യയും ഭർത്താവും തമ്മിലുള്ള അവരുടെ ആ ഇഷ്ടാനിഷ്ടങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞ് ആ കുടുംബജീവിതത്തിൻ്റെ ആ ധന്യതയിലേക്കൊന്ന് പ്രവേശിച്ച് തുടങ്ങുമ്പോൾ അതിനടുത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിടും. ഒരു സഭ ഒരു ദേശത്ത് ഒന്നുമില്ലാതിരിക്കുമ്പോൾ ഒരു കുഴപ്പവുമില്ല. 2 പേര് 3 പേര് ഒരു 5 പേര് ഒരു 10 പേര് 10 കുടുംബമാകുമ്പോൾ അതിനകത്ത് പ്രശ്നങ്ങൾ. ഒരു നല്ല ആരാധന വെളിപ്പെട്ട് വരുമ്പോൾ വേണം ലൈറ്റ് അടിച്ചു പോകും, കറണ്ട് നിന്ന് പോകും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കോക്രാപ്പിച്ച ഉണ്ടാവും അതിനകത്ത്. ശത്രുവിൻ്റെ ലക്ഷ്യം നിന്റെ ആരംഭത്തെ നശിപ്പിക്കുക എന്നുള്ളതല്ല, നിന്നിൽ വരുന്ന വിളവിനെ എടുക്കുക എന്നുള്ളതാണ്. അവനത് വേണ്ടതാനും നീ ഒട്ട് അനുഭവിക്കുവാനും അനുവദിക്കത്തില്ല. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന ദൈവമക്കൾ ഒന്ന് കണ്ണടച്ച് എന്നിട്ടൊന്ന് പ്രാർത്ഥിച്ചിട്ട് നമ്മളൊന്ന് പിൻപോട്ട് നോക്കിക്കേ. എൻ്റെ ജീവിതത്തിൽ ഇതുപോലെ വിളവെടുപ്പിൻ കാലത്ത് ശത്രു വന്ന് മെതിച്ച് നാമാവിശേഷമാക്കിപ്പോയ അനേക സംഭവങ്ങളില്ലേ. ഇന്ന് പകൽ ഈ വചനത്തിൻ്റെ ശക്തിയിൽ ഞങ്ങൾ ആ ശത്രുവിൻ്റെ തന്ത്രത്തെ അറിഞ്ഞ് ഇന്ന് അതിൻ്റെ മേൽ ജയിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഞങ്ങൾ അതരങ്ങളെ തുറന്നിട്ട് പറ, യേശുവിൻ്റെ നാമത്തിൽ കഴിഞ്ഞ കാലങ്ങൾ ഈ ശത്രുവിൻ്റെ പദ്ധതി അറിയാതെ ഞങ്ങൾ ഒരു പക്ഷെങ്കിൽ സൈഡ് വാതിൽ തുറന്നു കൊടുത്തിട്ടുണ്ടായിരിക്കാം. എന്നാൽ ഇന്ന് പകൽ ശത്രുവിൻ്റെ പദ്ധതികളെ അറിഞ്ഞിട്ടും ചെറുപയർ വയലിൽ നിന്ന് മാറാതെ അവർക്കെതിരെ യുദ്ധം ചെയ്തെങ്കിൽ ഇന്ന് പകൽ ഞങ്ങൾ ആ നിലയിൽ യേശുവിന്റെ നാമത്തിൽ ജയിക്കും. അല്പസമയം ദൈവത്തെ ഒന്ന് ആരാധിച്ചേ, എന്നിട്ട് പറ, അവന്റെ തന്ത്രങ്ങളെ ഞങ്ങൾ അറിവല്ലാത്തവരില്ലല്ലോ. സാത്താൻ ആരെ തകർക്കണമെന്നുള്ള പദ്ധതിയുമായി അലറുന്ന സിംഹം പോലെ പതിയിരിക്കുമ്പോൾ ഇന്ന് പകൽ ആത്മകൃപ പ്രാപിച്ച ദൈവമക്കൾ പറയണം, ഞാൻ ജയിക്കും. സ്തോത്രം. എഫേസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ ഒരു ഭാഗം ഒന്ന് വായിച്ച 6:13 ഒന്ന് വായിച്ചേ. ദുർദിവസത്തിൽ എതിർപ്പാനും സകലവും സമാപിച്ചിട്ട് ഉറച്ചു നിൽപ്പാനും കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധവർഗം എടുത്തുകൊള്ളുവീൻ. നിങ്ങളുടെ അരയ്ക്ക് സത്യം കെട്ടിയും നീതി എന്ന കവചം ധരിച്ചും സമാധാന സുവിശേഷത്തിനായുള്ള ഒരുക്കം കാലിന് ചെരുപ്പാക്കിയും എല്ലാറ്റിനും മീതെ ദുഷ്ടന്റെ തീയമ്പുകളെയൊക്കെയും കെടുക്കുവാൻ തക്കതായ വിശ്വാസം എന്ന പരിച. മതി. ഇവിടെ നമുക്ക് സർവായുധവർഗം ധരിച്ച് നമുക്ക് അതിൻ്റെ പിൻപിലുള്ള സംഭവം അറിയാം. നിങ്ങൾക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടുള്ള വാഴ്ചകളോട് അധികാരങ്ങൾ, അങ്ങനെ ഒരു വലിയ കാര്യങ്ങൾ പറഞ്ഞിട്ട് ഈ സർവായുധവർഗത്തിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് പഠിപ്പിക്കുകയാണ്. ദുർദിവസങ്ങൾ നിങ്ങൾക്ക് ദോഷം വരാതിരിപ്പാൻ, അല്ലേ? നല്ല ദിവസമുണ്ട്, ചീത്ത ദിവസമുണ്ട്. ശത്രു നിങ്ങളുടെ മേൽ ജയഘോഷം കൊള്ളാതിരിപ്പാൻ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടോ? ഈ വിളവെടുപ്പിൻ്റെ കാലത്തെ ഒരു പ്രത്യേകത പറയാം. ഈ ഒരുക്കൽ നാളുകളുണ്ട്. അതായത് ഞങ്ങളുടെ വീടിൻ്റെ ഒക്കെ വാതിക്കൽ ഈ വയലുകളാണ്. അപ്പോൾ കൃഷി ഉടമ വന്ന് ഇത് കാണും. ഇത് കണ്ട് ഇതെല്ലാം ശരിയാക്കുമ്പോഴൊക്കെ ഉണ്ടല്ലോ വളരെ ശ്രദ്ധയോടുകൂടിയാണ് ഇദ്ദേഹം ഇരിക്കുന്നത്. അതിനുശേഷം ഈ നെൽമണികൾ കൊണ്ട് വിതറുന്നു, ഇങ്ങനെ വിത്ത് വിതറുന്നു. അപ്പോൾ ഇദ്ദേഹം വന്ന് പിന്നെ നോക്കും, ഇതിനകത്ത് വല്ലോ ഈ നെൽമണികൾ വിതറിയവിടത്ത് വല്ലോ വേറെ കാൽപ്പാടുകൾ, അതായത് എന്തിൻ്റെങ്കിലും മൃഗങ്ങളുടെയോ മനുഷ്യൻ്റെയോ ഒക്കെ ഉണ്ടോ, ഇല്ല. അതിനുശേഷം ഈ ഞാറ് ചെറുതായിട്ടൊന്ന് കിളുത്ത് വരും.
അപ്പോൾ ഈ കർഷകൻ ചെന്ന് നോക്കും, ഇതിനിടയിൽ എന്തെങ്കിലും പാമ്പോ പൂച്ചയോ അങ്ങനെയുള്ള എന്തെങ്കിലും മനുഷ്യരോ ഇറങ്ങി നടന്നിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ വളരെ ശ്രദ്ധയോടുകൂടിയാണ് ഈ കാര്യങ്ങൾ നോക്കുന്നത്. അതിനുശേഷം പറിച്ചു നടിയിലുണ്ടല്ലേ, ഇതെല്ലാം പറിച്ച് നടും. അതിനുശേഷം ഈ കർഷകൻ വന്നുണ്ടല്ലോ എന്നും ഇതിനെ നോക്കും. എന്നാൽ വിളവെടുപ്പ് വരുന്ന സമയമാകുമ്പോൾ ഉണ്ടല്ലോ, ദ ടൈം ഫോർ ഹാർവെസ്റ്റ്, അപ്പോൾ ശ്രദ്ധ മാറി എന്തിലായിരിക്കുന്നവരോ, വിളവെടുക്കുന്നതിലായിത്തീരും ശ്രദ്ധ. അപ്പം നമ്മുടെ ശ്രദ്ധ കുറയുന്നിടത്ത് ശത്രുവിനറിയാം, ഇവിടെയാണ് എൻ്റെ ടൈം. അവൻ കയറി അങ്ങ് നാശിപ്പിക്കും. ഷെമ്മയോട് നമുക്കൊന്ന് ചോദിക്കാം. ഷെമ്മ, അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, എല്ലാവരും ഓടിപ്പോയില്ലേ? എല്ലാവരും. മക്കളെ ഒന്ന് വായിച്ചേ. ജനം അങ്ങനെയല്ല, ഒന്ന് വായിച്ചേ, ശരിക്കും വായിച്ചേ. അതിന്റെ ശേഷം ഹരാര്യനായ ആഗയുടെ മകൻ ഷമ്മ ഒരിക്കൽ ചെറുപയറുള്ള ഒരു വയലിൽ കവർച്ചയ്ക്ക് ഫെലിസ്ത്യർ കൂടി വന്നപ്പോൾ ജനം ഫെലിസ്ത്യരുടെ മുമ്പിൽ നിന്ന് ഓടിപ്പോയി. ജനം മുഴുവൻ ഓടിപ്പോയെന്നാ ഞാൻ വായിച്ചത്. നിങ്ങളെ അതിനെ പാരഫ്രൈസ് ചെയ്ത് ഞാൻ കാണിച്ചുതരാം. തന്നോടുകൂടെ അധ്വാനിച്ചവർ, വിതച്ചവരെ, സൂക്ഷിപ്പാൻ നിന്നവർ മുഴുവൻ ശത്രുവിൻ്റെ ആരവം കേട്ടപ്പോൾ ഓടിപ്പോയി. ന്യായമായിട്ടും ഷെമ്മായോട് ചോദിക്കാവുന്ന ഒരു ചോദ്യമുണ്ട്, എല്ലാവരും ഓടിപ്പോയില്ലേ? എല്ലാവരും ഓടിപ്പോയപ്പോൾ നീ എന്തേ ഷെമ്മ ഓടിപ്പോകാത്തത്? ഒരു ചോദ്യമാണ്, ന്യായമായിട്ട് വരാവുന്ന ചോദ്യമാണ്, മനസ്സിൽ വരാവുന്ന ചോദ്യമാണ്. യോശുവ പറയുകയാണ്, നിങ്ങൾ മുഴുവൻ ഫ്രാത്ത് നദിക്ക് മുന്നേ നിങ്ങളുടെ പൂർവ്വപിതാക്കന്മാർ ആരാധിച്ച പോലെ ഊമവിഗ്രഹങ്ങളെ ആരാധിക്കുവാൻ വേണ്ടി മടങ്ങിപ്പോയെങ്കിലും ഞാനും എൻ്റെ കുടുംബവും ഫ്രാത്തിനിക്കര കടന്ന എബ്രായൻ എന്നുള്ള പേരുള്ള ഞങ്ങൾ ദൈവത്തെ ആരാധിക്കും. മോശ പർവ്വതത്തിൽ നിന്ന് ഇറങ്ങി എന്ന് പറയുകയാണ്, യഹോവയുടെ പക്ഷത്തുള്ളവർ മാത്രം മാറി നിൽപ്പീൻ. ഷെമ്മ ഇവിടെ പറയുക, എല്ലാവരും ഓടുന്നവരുടെ ഓടാനല്ല എന്നെ വിളിച്ചിരിക്കുന്നത്, ഞാൻ നിൽക്കും. ഒന്നാമത്തെ ചോദ്യം, എല്ലാവരും ചെയ്യുന്നു, നിനക്കും ചെയ്തുകൂടെ? രണ്ടാമത്തെ ചോദ്യം കേട്ടാൽ ന്യായമായിട്ട് നമ്മൾ പിന്നെയും ശങ്കിക്കൂ, ഇത് സത്യമാണല്ലോ എന്ന്. എടാ പൊട്ട ഷെമ്മ, നീ ഈ ഫൈറ്റ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നീ ഓടാതെ നിന്ന് ഈ യുദ്ധം ചെയ്യാൻ നിൽക്കുവാണല്ലോ നീ. ആരോടാ? ഫെലിസ്ത്യ സൈന്യത്തോട്. ഫെലിസ്ത്യനോടല്ല, ഫെലിസ്ത്യ സൈന്യത്തോട്. ഒറ്റ വ്യക്തി തൻ്റെ വയലിൽ നിൽക്കുകയാണ്. എടാ, നീ എന്തിനു വേണ്ടിയിട്ടാണ് നിൽക്കുന്നത്? ഓടാതെ. ഞാൻ ഈ ചെറുപയറിന് വേണ്ടിയിട്ടാണ്. ഞാൻ ഈ ചെറുപയറിന് വേണ്ടിയിട്ട് ഞാൻ ഈ നിലത്ത് നിന്ന് ഓടാതെ നിൽക്കുന്നു. അയ്യോ ഷെമ്മ, യുദ്ധങ്ങളെക്കുറിച്ച് നിനക്കറിയത്തില്ലേ? എനിക്കറിയത്തില്ല. എടാ, യുദ്ധം എന്ന് പറയുന്നത് രാജ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, രാജാക്കന്മാർക്ക് വേണ്ടിയിട്ടാണ്. ദാവീദ് ഔന്നത്യം പ്രാപിച്ച പുരുഷനായിരിക്കുന്ന ദാവീദ് പറയുക, എൻ്റെ കൂടെ ഒരു വീരനുണ്ടായിരുന്നു, അവൻ്റെ പേരാ ഷെമ്മ. എടാ, രാജ്യങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും, രാജാവിന് വേണ്ടി യുദ്ധം ചെയ്യും. നീ യുദ്ധം ചെയ്യുന്നതും നിന്റെ ജീവനെ തന്നെ ബലിയാടാക്കി ഈ വയലിൽ ഇങ്ങനെ നിൽക്കുന്നത് ഈ പുറകിൽ കിളുത്ത് വരുന്ന വിളവെടുക്കാറായി നിൽക്കുന്ന ഈ ചെറുപയറിന് വേണ്ടിയിട്ടാണ്. എടാ വിഡി, ഞങ്ങളുടെ കൂടെ ഓടിവാ. നമ്മുടെ പൂർവ്വപിതാവായ ലോത്ത് ഓടിയതുപോലെ ദൈവം നമ്മളെ ശത്രുവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കാതെ നീ ഞങ്ങളുടെ കൂടെ ഓട്. ഷെമ്മയുടെ തീരുമാനമായിരുന്നു, നോ, നിങ്ങൾക്കെല്ലാം എന്നെ വിട്ടുപോകാം. അങ്ങനെ ഓടാനല്ല, ദൈവമേ എന്നെ ഈ നിലം ഉഴുത് മറിച്ച് വിത്ത് പാകി
കിളുക്കുന്നത് കണ്ണിമയ്ക്കാതെ നോക്കി നിന്ന് പറിച്ചു നട്ട് വെള്ളമടിച്ച് ഇതിനെ പാകമാകുവോളമാക്കിയത് ശത്രുവിന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടില്ല. അങ്ങനെ അവനൊരു പദ്ധതി ഉണ്ടെങ്കിൽ അവൻ ആദ്യം എന്നെ കൊല്ലണം. അവൻ ആദ്യം എന്നെ കൊല്ലണം. ക്ഷമ സ്ട്രോങ് ആയിട്ട് അങ്ങോട്ട് നിന്നു. ശത്രു വരുന്നു. നിങ്ങൾ ചിന്തിച്ച് നോക്കിയേ, ഒരാൾക്ക് നേരെ സൈന്യം ഇങ്ങോട്ട് പാളയം ഇറങ്ങുകയാണ് അല്ലേ? ഇതിനോട് നമുക്ക് ചേർത്ത് പറയാം, ഒരു സൈന്യം എൻ്റെ നേരെ പാളയം ഇറങ്ങിയിരിക്കുകയാണ്. ഈ വ്യക്തി നമ്മളൊന്ന് ഭാവനയിൽ കണ്ടു നോക്കിക്കേ. ഞാനിവിടെ നിൽക്കുകയാണ്, നിങ്ങളെല്ലാവരും കൂടി എൻ്റെ നേരെ അങ്ങോട്ട് ഇരച്ചു വരികയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? നിസ്സഹായവനാക്കി തീരുമല്ലേ? പക്ഷെ ക്ഷമ ചെയ്ത് എന്നാന്നറിയോ, ഈ ശത്രു ഫെലിസ്ത്യ സൈന്യം തൻ്റെ നിലത്തിലേക്ക് ഇറങ്ങി ഓടി വരുന്നത് കണ്ട് താൻ വാളെടുത്ത് വെട്ടിയെന്നോ എഴുതിയിട്ടുള്ള നിങ്ങൾ ആ ഭാഗം ഇനിയൊന്ന് വായിച്ചേ. അവനോ വയലിന്റെ നടുവിൽ നിന്ന് അതിനെ കാത്ത് ഫെലിസ്ത്യരെ വെട്ടി യഹോവ വലിയൊരു ജയം നൽകി. വെട്ടുകൊണ്ടോന്നോ വെട്ടുകൊണ്ട് ആരെങ്കിലും വീണെന്നോ വെട്ടുകണ്ട് മുറിവേറ്റെന്നോ ഒന്നും ദാവീദ് അവിടെ എഴുതിയില്ല. യഹോവയാം ദൈവത്തിൻ്റെ ആത്മാവിൽ അഭിഷിക്തനായിരിക്കുന്ന ഔന്നത്യം പ്രാപിച്ച ദൈവത്തിൻ്റെ ദാസനായിരിക്കുന്ന മധുരഗായകൻ ദൈവവചനം പറയുകയാണ്, അവൻ വെട്ടി. ഞാൻ പണ്ട് ഇതുപോലെ ഒന്ന് എറിഞ്ഞു. എത്തിക്കേണ്ടവിടത്ത് എത്തിക്കുക, ഗോലിയാത്തിനെ വീഴിക്കുക. ക്ഷമ അതുപോലെ ഒന്ന് വെട്ടി. അന്ന് യഹോവയാം ദൈവം ഒരു മഹാവിജയം നൽകി. ഇന്ന് എന്നെ കേൾക്കുന്ന ദൈവമക്കള്, നമ്മുടെ ജീവിതത്തിലൊക്കെ ഈ തളിർത്തു വരുന്ന അവസ്ഥകളിൽ അതിനെ വള്ളിത്തല മുറിച്ച് കളയുക എന്നൊക്കെ പറയും സദൃശവാക്യങ്ങളിൽ. ഇങ്ങനെ വരുന്ന മേഖലകളിൽ നമ്മൾ ദൈവസന്നിധിയിൽ മുട്ടുമടക്കണം. നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇരിക്കണം. ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇരുന്നിട്ട് പറയണം, നന്മ അപഹരിക്കുന്ന പോരിനെ ഞാൻ ആത്മക്കണ്ണുകളിൽ കണ്ടിരിക്കുന്നു. സ്തോത്രം, 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 സ്തോത്രം. നന്മയ്ക്കെതിരെയുള്ള ശത്രുവിൻ്റെ പദ്ധതിയെ ഞാൻ ആത്മക്കണ്ണുകളിൽ കണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഞാനിനി അതിനെ ജയിക്കും. നമ്മൾ നിൽക്കാൻ തയ്യാറാണെങ്കിലുണ്ടല്ലോ ദൈവമക്കളെ, ദൈവം നമ്മളെ ഉയർത്തും. സ്തോത്രം, ദൈവം നമ്മളെ ഉയർത്തും. എല്ലാം അക്കരെ എത്തിയപ്പോൾ യാബോക്ക് എന്ന കടവിൽ യാക്കോബ് ഒറ്റയ്ക്കാവുകയാണ്. അവിടെ വെച്ച് അവനൊരു മത്സരം അങ്ങ് നടത്തി. യാക്കോബിനോട് ചോദിക്കാം, 10-20 വർഷം നീ കഷ്ടപ്പെട്ട് നേടിയത് ചതിച്ചും വഞ്ചിച്ചും ഒളിച്ചു വെച്ചതും മുഴുവനും എല്ലാത്തിനും നീ അക്കരെ കടത്തി. നീ എന്തിനാ പിന്നെ ഒറ്റയ്ക്ക് ഇവിടെ വന്ന് നിൽക്കുന്നത്? ഒറ്റയ്ക്ക് നിൽക്കാൻ നീ തയ്യാറാണോ? ദൈവം നമ്മളെ മറ്റൊരു നിലയിൽ ഉയർത്തും. ഒറ്റയ്ക്ക് നിൽക്കുക. ഞാൻ 2 സംഭവങ്ങൾ ഇതിനോട് ചേർത്ത് പറയാം. നടന്ന 2 സംഭവങ്ങൾ. ഇന്ത്യൻ ഇവാഞ്ചലിക്കൽ ടീം IET എന്ന സ്ഥാപക പ്രസ്ഥാനത്തെക്കുറിച്ച് നിങ്ങൾക്കറിയാം. നമ്മുടെ PG വർഗീസ് അങ്കിളിൻ്റെ. എൻ്റെ അടുത്ത് 2014 എൻ്റെ വീട്ടിൽ പറഞ്ഞപ്പോൾ ഞങ്ങളിത് നാളത്തെ മീറ്റിങ്ങിലും പറയണമെന്ന് പറയിപ്പിച്ച് ഞാൻ. അതിൻ്റെ ഓഫീസ് അന്തേരി മോദ്, ഡൽഹി. ചെറുപ്രായം തൊട്ടേ അഡ്രസ്സ് കാണാതറിയാം. അവിടെ ഒരു ഗവൺമെൻറ് ഒരു റൂള് വന്നു, വഴിയരികുകളിൽ ഇരിക്കുന്ന എല്ലാ ബിൽഡിങ്ങുകളും വഴിയുടെ നീളവും വീതിയും കൂട്ടുമ്പോൾ തടസ്സമായി നിൽക്കുന്നത് എത്ര വലുതാണെങ്കിലും, എത്ര ചെറുതാണെങ്കിലും, എത്ര പ്രശസ്തിയുള്ളവൻ്റെതാണെങ്കിലും, എത്ര പണമിടപാടുകളും കോണ്ടാക്റ്റും രാഷ്ട്രീയ തലത്തിൽ അറിയുന്നവനാണെങ്കിലും ഇടിച്ചു കളഞ്ഞേക്കാൻ ഒരു റൂൾ അങ്ങ് വന്നു. PG വർഗീസ് അങ്കിളിൻ്റെ
അടുത്ത് വന്ന ആൾക്കാർ പറഞ്ഞു, റോഡ് വീതി കൂട്ടി വരുന്നു, നമ്മുടെ ബിൽഡിംഗ് പോകുമല്ലോ. പോകട്ടെ. അങ്ങനെ വീതി കൂട്ടി JCB ഇവരുടെ ബിൽഡിങ്ങിൻ്റെ കോമ്പൗണ്ടിൽ വന്ന് നിൽക്കുകയാണ്. അവരൊരു മൈക്കുണ്ട്, അതിലൂടെ വിളിച്ചു പറഞ്ഞു, ആരെങ്കിലും അകത്തുണ്ടെങ്കിൽ ഇറങ്ങി വരുവീൻ, ഈ ബിൽഡിങ് ഞങ്ങൾ ഇടിച്ചു കളയാൻ പോകുന്നു. ആരും വന്നില്ല. അപ്പോൾ അവരിങ്ങനെ ഉയർത്തിയപ്പോൾ ആരോ പറഞ്ഞു, ഒരു മനുഷ്യൻ ഇതിനകത്തിരിപ്പുട്ടെന്ന് പറഞ്ഞു. പിന്നെയും വിളിച്ചു പറഞ്ഞു, ഇതിനകത്തിന് ചെവിയേക്കാൻ മേലെ, നിങ്ങൾ എത്ര പറഞ്ഞാലും ആ പുള്ളി ഇറങ്ങി വരത്തില്ലെന്ന്. ഗവൺമെൻറ് റൂള് ബിൽഡിംഗ് ഇടിക്കാനേ ഉള്ളൂ, മനുഷ്യരെ കൊല്ലാനില്ല. അവർ പിന്നെയും ഇങ്ങനെ ലൗഡ് സ്പീക്കറിൽ അനൗൺസ് ചെയ്തു ഇറങ്ങി വരാൻ. അദ്ദേഹം ഇറങ്ങി വന്നില്ല. JCBയുടെ ആ സാധനം ഇങ്ങനെ ഉയർത്തി പിടിച്ച് നിൽക്കുക. അപ്പോൾ ഒരു വ്യക്തി എന്ന് പറഞ്ഞു, മുകളിലോട്ടൊന്ന് നോക്കാൻ പറഞ്ഞു. അവിടെ ഒരു കുരിശ് നാട്ടിയിട്ടുണ്ട് അതിൻ്റെ ബിൽഡിങ്ങിൻ്റെ മേളിൽ. ഇടിച്ചാൽ വ്യക്തികളെ, പണമിടപാട്, രാഷ്ട്രീയം, സാമ്പത്തികം, പക്ഷേ മതപരമായിട്ടുള്ള ബിൽഡിംഗ് ഇടിക്കാനുള്ള നിയമമില്ലെന്ന്. റിലീജിയസ് ബിൽഡിംഗാണ്. ഇടിച്ചാൽ ഡൽഹി തീ കത്തുമെന്ന് വന്നവൻ ഇച്ചിരി അങ്ങ് ബൂസ്റ്റ് ചെയ്ത് പറഞ്ഞു. എന്നെപ്പോലെ പറയുന്നവനായിരിക്കാം. ആണോ എന്ന് ചോദിച്ചു. JCB താത്തു, അടുത്ത ബിൽഡിംഗ് പൊളിച്ചു. ഇന്നും ആ ബിൽഡിംഗ് അവിടെ നിൽപ്പുണ്ട്. നീ നിൽക്കാൻ തയ്യാറായാൽ ദൈവം തൊടിക്കത്തില്ല ആരെയും. പക്ഷെ നമ്മൾ വേണമെങ്കിൽ ആയിക്കോളാൻ പറഞ്ഞൊന്ന് നിന്നുകൊടുത്താലുണ്ടല്ലോ, ശത്രു കയറി വീട് നമ്മുടെ വിളവിനെ നശിപ്പിച്ചും കൊണ്ടുപോകും. 1800കളിൽ ഇംഗ്ലണ്ടിൽ 3-4 ഉണർവുകൾ നടന്നു. 1800ലെ ഫസ്റ്റ് ഉണർവിനെ പറയുന്നത് ഇവാഞ്ചലിക്കൽ റിവൈവ് എന്നായിരുന്നു. രണ്ടാമത്തെ ഉണർവിനെ മേജർ ഷിഫ്റ്റ് പോലെയുള്ളൊരു പേരായിരുന്നു. പ്രോപ്പർ പേര് ഞാൻ എഴുതിയിട്ടുണ്ട്, ഞാൻ പറയാം. രണ്ടാമത്തെ ഉണർവിൻ്റെ പേര് ഗ്രേറ്റ് അവേക്കനിങ്. അതായത് ഫസ്റ്റ് ഒരു ഇവാഞ്ചലിക്കൽ ഉണർവ്, സെക്കൻഡ്, നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണമേ, എനിക്ക് നിങ്ങളോടൊരു മെസ്സേജ് കൺവേ ചെയ്യാനുണ്ട്. രണ്ടാമത്തേത് ഒരു ഗ്രേറ്റ്, ഒരു ഉയർത്തെഴുന്നേൽപ്പെന്നൊക്കെ പറയാം, ഷേക്കിംഗ് ആയിട്ടുള്ളൊരു ഉണർവ് നടന്നു. മൂന്നാമത്തെ ഉണർവിനെ ഓക്സ്ഫോർഡ് റിവൈവൽ എന്ന് പറയും. ഒന്നാമത്തെ ഉണർവിനെ ഇവാഞ്ചലിക്കൽ തലങ്ങളിൽ ആ ഉണർവ് നടത്തപ്പെടുവാനിടയായത് ആംഗ്ലിക്കൻ സഭയിലെ 3 അച്ഛന്മാരെയാണ് ഉപയോഗിച്ചത്. വളരെ സുപരിചിതമായ പേരുകളാണ്. ഒന്നാമത്തെ ആളുടെ പേര് ജോൺ വെസ്ലി, രണ്ടാമത്തെ ആളുടെ പേര് ചാൾസ് വെസ്ലി, മൂന്നാമത്തെ ആളുടെ പേര് ജോർജ് വൈറ്റ്ഫീൽഡ്. ഈ 3 പേരിലൂടെ ഇംഗ്ലണ്ടിൽ 1800 ഒരു വലിയ വിപ്ലവകരമായ ഉണർവ് അങ്ങോട്ട് നടന്നു. ഉണർവൊന്ന് താന്നു വന്നപ്പോൾ, അതുകൊണ്ട് അതിനടുത്ത് പേരിട്ടിരിക്കുന്നത് സെക്കൻഡ് മൂവ്മെൻറ്റ്, സെക്കൻഡ് അവേക്കനിങ് ആയിട്ടുള്ള ഒരു റിവൈവ് നടന്നു. ഇതും അങ്ങോട്ട് കുറേ നാൾ പോയി കഴിഞ്ഞ് 1873 ആയപ്പോൾ മൂന്നാമത്തെ ഉണർവ് നടന്നു, ഓക്സ്ഫോർഡ് റിവൈവൽ. അതിനുശേഷം നടന്ന ഉണർവാണ് വെയിൽസിലെ ഉണർവ്, നാലാമത്തെ ഉണർവ്. അതിനുപയോഗിക്കപ്പെട്ടതാണ് നമ്മൾ അറിയുന്നത് പോലെ തന്നെ ഇവാൻ റോബർട്ട്സിനെയൊക്കെ. അഞ്ചാമത് മറ്റൊരു ഉണർവും കൂടെ നടക്കപ്പെട്ടു, 1900 ആരംഭം. അപ്പം ഈ ഉണർവിൻ്റെ കാറ്റ് തുടങ്ങിയത് എവിടെയാ? ഒന്നാമത്തേത് ഇവാഞ്ചലിക്കൽ പ്രീസ്റ്റുമാരായിരുന്ന 3 ദൈവപുരുഷന്മാരുടേതാണെങ്കിൽ, രണ്ടാമത്തേത് അതിനെ നമ്മുടെ പറയുകയാണെങ്കിൽ റീസ്റ്റോറേഷൻ, മൂന്നാമത് ഓക്സ്ഫോർഡിൽ, നാലാമത്തേത് ഇവാൻ റോബർട്ട്സ്, അഞ്ചാമത്തേത് വീണ്ടും ജോൺ ഹെൻറി എന്ന് പറയുന്ന ദൈവപുരുഷനിലൂടെ ബാപ്റ്റിസ്റ്റുകാരുടെ ഇടയിൽ ഒരു ഉണർവ് നടന്നു. 5 ഉണർവ് നടന്നപ്പോൾ
ഈ ഉണർവിലുണ്ടായിരുന്നവരിൽ നിന്ന് ചിലര് ഇന്ത്യയിലേക്ക് പോകുവാനിടയായി. ഇന്ത്യയിൽ ചെന്ന് ഇവര് നോർത്ത് ഈസ്റ്റ്, ഇംഫാൽ, നേപ്പാൾ, മിസോറാം, മേഘാലയ ആ ഒരു ഏരിയയിലേക്ക് ഇംഗ്ലണ്ടിൽ നിന്ന് ഒരു സായിപ്പും കുടുംബവും ചെന്ന് പെട്ടത് അത്ര നല്ല ഒരു സ്ഥലത്തല്ല. അവർ ചെന്ന സ്ഥലത്ത് ഗാരോസ് ട്രൈബൽസ്, നിങ്ങൾ ഇന്ന് ചെന്ന് മറ്റൊന്നും ചെയ്തില്ലെങ്കിൽ GAROS, ഗാരോ ട്രൈബ്സ് എന്ന് പറഞ്ഞൊന്ന് പഠിക്കുന്നത് നല്ലതാണ്. ഇവർ മേഘാലയയിൽ ചെന്ന് ഗാരോസ് ട്രൈബ്സിൻ്റെ അടുത്താണ് ചെന്നത്. ഗാരോസ് ട്രൈബ്സ് മീൻസ് ഹെഡ് ഹണ്ടേഴ്സ്, തല അറുത്ത് ദേവിക്ക് പ്രതിഷ്ഠിക്കുന്നവർ. ദ സെക്കൻഡ് ലാർജസ്റ്റ് ട്രൈബ്സ് ഇൻ ഇന്ത്യ, ഗാരോസ്. ആ ടൈമിൽ 1900 പ്രാരംഭം അല്ലെങ്കിൽ 1800 ഒടുക്കം. ഗാരോ ട്രൈബ്സിൻ്റെ അടുത്ത് ചെന്ന് ഇംഗ്ലണ്ടിൽ നിന്ന് ഉണർവിൻ്റെ അഭിഷേകവുമായി ചെയ്യുന്ന ദൈവപുരുഷന്മാർ സുവിശേഷം പറഞ്ഞ എവിടെ ഏക്കാനാ, കിട്ടിയ ഗാരോ ട്രൈബ്സ് തല മുറിച്ചു കളയും. ദീർഘനാളുകൾ അവർ ഒളിച്ചും പതിഞ്ഞും അവർ സുവിശേഷം പറഞ്ഞും കൊണ്ടിരുന്നു. പറഞ്ഞ് ഒരു വ്യക്തിയുടെ തലയിൽ പോലും 2000 വർഷങ്ങൾക്ക് മുന്നേ മരിച്ചു ഉയർത്തെഴുന്നേറ്റു എന്ന് ഇവർ പ്രസംഗിക്കുന്ന യേശുവിനെ കുറിച്ചുള്ള സുവിശേഷം ഹൃദയത്തിൽ കയറിയില്ല. അല്ലെങ്കിൽ 1900 വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയ ഒരു വ്യക്തിയെക്കുറിച്ചുള്ള സുവിശേഷം ഇംഗ്ലണ്ടിൽ നിന്ന് വന്ന സായിപ്പ് അവനറിയില്ലാത്ത ഭാഷയിൽ ഇംഗ്ലീഷിൽ പ്രസംഗിച്ചപ്പോൾ ഈ ഗാരോസ് ട്രൈബ്സിന് ഒന്നും മനസ്സിലായില്ല. അതുകൊണ്ട് തന്നെ അവരാ ഭാഷ പഠിച്ചിട്ട് സുവിശേഷം പറയാൻ തുടങ്ങി. വെളിയിൽ കണ്ട തല കൊയ്യും, തല അറുത്തു മാറ്റും. അങ്ങനെ ഇവർ സുവിശേഷം പറഞ്ഞ് ഒരു വ്യക്തിയെ ദൈവത്തിൻ്റെ ആത്മാവിന് പിടിക്കുവാൻ പ്രസാദം തോന്നി. ആ വ്യക്തിയുടെ പേര് ബ്രദർ നോക്സെങ്. ഞാൻ ആ പേരുകൾ നമുക്ക് സുപരിചിതമല്ല. NOKSENG, നോക്സെങ് എന്ന് പറയുന്ന വ്യക്തി ഇവരുടെ സുവിശേഷം കേട്ട് ക്രിസ്തുവിനെ അനുഗമിക്കാൻ തീരുമാനിച്ചു. അപ്പോൾ പെട്ടെന്ന് അവരുടെ ഗാരോസ് ട്രൈബ്സിൻ്റെ ചീഫ്, അതിൻ്റെ ആൾക്കാരെല്ലാം ഈ സംഭവം അറിഞ്ഞു. വിദേശിയായി വന്നിരിക്കുന്ന സായിപ്പിനെയും കുടുംബത്തെയും പിടിപ്പാൻ കൽപ്പന പുറപ്പെട്ടു. അവർ വേഗത്തിൽ പ്രാണരക്ഷാർത്ഥം മറ്റൊരു സിറ്റിയിലേക്ക്, പൗലൂസ് തെസ്സലോനിക്കയിൽ നിന്ന് ബെരോവയിലേക്ക് ഓടിയതുപോലൊരു ഓട്ടവും ഓടി. പക്ഷെങ്കിൽ ആത്മാവിൻ്റെ തീ ഈ നാക്സൊങ്ങിൻ്റെ ഫാമിലിയിൽ കത്താൻ തുടങ്ങി. തൻ്റെ ഭാര്യ, 2 കുഞ്ഞുങ്ങൾ, ഇവർ സായിപ്പും കുടുംബവും അവിടെ നിന്ന് അപ്രത്യക്ഷമായപ്പോൾ ആ ദൗത്യം ഏറ്റെടുത്ത് ഈ മേഘാലയ എന്ന് പറയുന്ന സ്ഥലത്ത് സുവിശേഷം പ്രസംഗിക്കാൻ തുടങ്ങി. ട്രൈബ്സിൻ്റെ ചീഫ്സ് അറിഞ്ഞു, നീ പ്രസംഗിക്കുന്ന യേശു 2000 വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയ ഒരു യഹൂദന. ഇവിടെ നമുക്ക് ദൈവങ്ങളുണ്ട്, നമുക്ക് ആചാരങ്ങളുണ്ട്, നമുക്ക് അനുഷ്ഠാനങ്ങളുണ്ട്. തല കൊയ്ത് ദേവിയെ പ്രസാദിപ്പിക്കുന്നതാണ് നമ്മുടെ സിസ്റ്റം. അതിന് വിപരീതമായിട്ട് ഒന്നും പറയാൻ പാടില്ലെന്ന് ഈ നാക്സങ്ങിനോട് പറയുവാനിടയായി തീർന്നു. ഷെമ്മ, എല്ലാവരും ഓടിപ്പോയില്ലേ, നിനക്കും പ്രാണരക്ഷാർത്ഥം ഈ ചെറുപയറിനെ വിട്ട് ഓടിപ്പോയിക്കൂടെ? നാക്സോങ് പറഞ്ഞു, ഞാൻ അറിഞ്ഞ ഒരു സത്യമുണ്ട്. അവൻ മരിച്ചു എന്നോ നിങ്ങൾക്കറിയാവുള്ളൂ, അവൻ ഉയർത്തെഴുന്നേറ്റവനാണ്. അവൻ്റെ ആത്മാവിന് ഉയരത്തിൽ നിന്ന് പകരപ്പെട്ടു. ആ ആത്മശക്തിയിലാണ് ഇവിടെ വന്ന് പ്രസംഗിച്ച ആ സായിപ്പ് നമ്മുടെ ഭാഷയിലേക്ക് പ്രസംഗിച്ചത്. ആ യേശുവിനെ ഞാൻ അനുഗമിക്കുവാൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പം ഇവരുടെ സന്നിധി സംഘം പോലെയുള്ള സംഘം കൂടി
പല തർജനങ്ങൾ കൊടുത്തു, പല വാണിങ്സ് കൊടുത്തു. ഈ വ്യക്തി പറഞ്ഞു, ഞാൻ തീരുമാനിച്ച തീരുമാനത്തിൽ നിൽപ്പാൻ തന്നെയാണ് എൻ്റെ തീരുമാനം. അതിനുവേണ്ടി എൻ്റെ പ്രാണൻ വെടിയേണ്ടി വന്നാലും അയ്യയ്യോ, നിൻ്റെ പ്രാണനെ ഞങ്ങൾ എടുക്കത്തില്ല. നീ ഈ ദൈവത്തെ വിട്ട് നമ്മുടെ കുലദൈവങ്ങളിലേക്ക് മടങ്ങി വന്നില്ലെങ്കിൽ നിൻ്റെ മുമ്പിൽ നിർത്തി ഈ 2 കുഞ്ഞുങ്ങളെയും നമ്മുടെ കുലദേവതയ്ക്ക് തലയറുത്തല്ല ഞങ്ങൾ കൊടുക്കാൻ പോണത്. വ്യത്യസ്തപരമായി നിൻ്റെയും നിൻ്റെ ഭാര്യയുടെ മുമ്പിൽ ഈ 2 കുഞ്ഞുങ്ങളെയും അമ്പെയ്ത് ഞങ്ങൾ കൊല്ലും. ആ വ്യക്തി പറഞ്ഞു, നിങ്ങൾക്ക് എൻ്റെ തീരുമാനത്തെ വ്യതിചലിപ്പിക്കുവാൻ കഴിയത്തില്ല. അവരെ 2 പേരെയും മരത്തിൽ കെട്ടി, മാതാവിനെയും പിതാവിനെയും. കുഞ്ഞുങ്ങളെ 2 അമ്പെയ്ത് കൊന്ന് തീക്ക് ഇരയാക്കി ഇവരുടെ മുമ്പിൽ നിർത്തി. നീ ഇപ്പോഴും തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്നു. ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കുമെന്ന് യോശുവ പറയണമെങ്കിൽ വിളിച്ചിറക്കിയ ദൈവത്തിന് നമ്മളെക്കുറിച്ചൊരു പ്ലാൻ ഉള്ളത് കൊണ്ട് ദൈവമക്കളെ, വിടാനും വ്യതിചലിക്കുവാനും തീരുമാനത്തിൽ നിന്നും മാറാനും നമുക്ക് എളുപ്പമാണ്. പക്ഷെ അക്ഷമനായി കാത്തു നിൽക്കുന്ന ഒരു ദൈവം നമ്മളെ വിളിച്ചിറക്കി നമ്മുടെ മേൽ അഭിഷേകം ഇട്ടപ്പോൾ ഒരു മേജർ പ്ലാൻ ആ ദൈവം കണ്ടിരിക്കുന്നത്. സ്തോത്രം. ഒന്ന് കരമുയർത്തി കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. നാക്സോങ്ങിനോട് പറഞ്ഞു, നിന്റെ മക്കൾ 2 പേരും മരണപ്പെട്ടിരിക്കുന്നു, മാറ്റമുണ്ടോ? നോ, എൻ്റെ തീരുമാനത്തിൽ മാറ്റമില്ല. എന്നാൽ നിന്റെ ഭാര്യയെ അമ്പെയ്തല്ല കൊല്ലുന്നത്, ജീവനോടെ ഞങ്ങൾ കത്തിക്കാൻ പോവുകയാണ്. അദ്ദേഹം പറഞ്ഞു, നോ പ്രോബ്ലം, നോ പ്രോബ്ലം. കാലാവസാനത്തിങ്കൽ അവൾ അവളുടെ ഓഹരി പ്രാപിപ്പാൻ വിശുദ്ധന്മാരോടുകൂടെ ഉയർക്കും. യു കനോട്ട് ചേഞ്ച് മൈ ഡിസിഷൻ. ആ സ്ത്രീയെ, സഹോദരിയെ നാക്സങ്ങിൻ്റെ മുമ്പിൽ തീക്കിരയാക്കി. 3 പേര് 10 മിനിറ്റും കൊണ്ട് തൻ്റെ കുടുംബത്തിലുള്ളവർ മരിക്കപ്പെട്ട് മുമ്പിൽ നിൽക്കുമ്പോൾ നാക്സങ്ങിനോട് ചോദിച്ചു, എന്താ തീരുമാനം? നോ, ഞാൻ യേശുവിനെ അനുഗമിക്കാൻ തീരുമാനിച്ചു. നരകശക്തികളും ലോകശക്തികളും മുഴുവനും ഇറങ്ങിയാലും എൻ്റെ തീരുമാനത്തിൽ നിന്നും മാറ്റമില്ല. ഇതെൻ്റെ തീരുമാനമാണെന്ന് പറഞ്ഞു. അവനെയും കൊല്ലാൻ പറഞ്ഞു. ആ വ്യക്തിയെയും അമ്പെറിഞ്ഞ് തീക്കിരയാക്കി കൊന്നു. അവസാനം തീക്കിരയാക്കുമ്പോൾ ചോദിക്കും, ഡു യു ഹാവ് എന്തെങ്കിലും മാറ്റം? നോ. നാല് പേരും തീക്കിരയായി അരമണിക്കൂർ കൊണ്ട് കിടക്കുമ്പോൾ ഇത് കൽപ്പിച്ച ചീഫ് പറഞ്ഞു, 2000 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്നു എന്ന് പറയുന്ന ഒരു യഹൂദനായ മനുഷ്യന് വേണ്ടി ഈ മേഘാലയയിലുള്ള ഇവൻ്റെ കുഞ്ഞുങ്ങളെയും ഇവൻ്റെ ഭാര്യയെയും തന്നെയും കൊടുക്കുവാൻ തയ്യാറായെങ്കിൽ നമ്മളായി ആ യേശുവിനെ ഒന്ന് അന്വേഷിക്കണമെന്ന് പറഞ്ഞു. നമ്മൾ ആ യേശുവിനെ കുറിച്ചൊന്ന് അന്വേഷിക്കണം. പെട്ടെന്ന് സായിപ്പിനെ മടക്കി വരുത്തി. സായിപ്പ് സുവിശേഷം പറഞ്ഞു. ചീഫും ആ ഒരു ട്രൈബ് മുഴുവൻ, ഇന്ത്യയിലെ സെക്കൻഡ് ലാർജസ്റ്റ് ട്രൈബായിരുന്ന ഹെഡ് ഹണ്ടേഴ്സ് ആയിരിക്കുന്ന ആ ഗ്രൂപ്പ് വിശ്വാസ മാർഗത്തിലേക്ക് വരുവാനിടയായി തീർന്നു. ദൈവമക്കളെ, പിന്നത്തേതിൽ ഇന്ത്യയുടെ സുവിശേഷകൻ എന്നറിയപ്പെടുന്ന സാധു സുന്ദർ സിംഗ് ഈ മേഘാലയ സന്ദർശിപ്പാനിടയായി തീർന്നു. നാക്സങ്ങിൻ്റെ വായിൽ നിന്ന് വന്ന ലാസ്റ്റ് പദം കേട്ട് സാധു സുന്ദർ സിംഗ് മേഘാലയയിൽ ചെന്ന് രചിച്ച പാട്ടാണ് ഐ ഹാവ് ഡിസൈഡഡ് ടു ഫോളോ ജീസസ്. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന ദൈവമക്കളെ,
ജീവൻ ബലിയാടാകേണ്ടി വന്നിട്ടും തീരുമാനത്തിൽ നിന്ന് വ്യതിചലിക്കാതെ രക്തപ്പുഴകൾ ഒഴുകി അതിൻ്റെ മുമ്പിൽ മേളിൽ പണിതിരിക്കുന്ന ഒരു സഭയാണ് നമ്മുടെ സഭ. കർത്താവ് വരുന്നത് എന്നെയും നിന്നെയും ചേർക്കാൻ വരുമ്പോൾ നിന്റെ തീരുമാനം എന്താണെന്ന് കർത്താവ് ഒന്ന് ശോധന ചെയ്യും. അന്ന് നമ്മുടെ കരം ബലപ്പെട്ടിരിക്കുമോ? എന്നെ പ്രിയ ചിന്നു, പ്രിയ ഗ്രേസ്, ഷലോ മുമ്പോട്ടൊന്ന് കടന്നു വന്നാട്ടെ. നമുക്ക് ഈ പാട്ടിൻ്റെ വരികളൊന്ന് പാടാം. ദൈവകരങ്ങളിലേക്ക് നമ്മളെ ഒന്ന് ഏൽപ്പിക്കാം. കർത്താവിനോട് പറയാം, കർത്താവേ, യേശുവപ്പാ, നീ എന്നെ സഹായിക്കണമേ. പിന്നത്തേതിൽ ഒരു വലിയ വിപ്ലവമാണ് നടക്കപ്പെട്ടത്. ലോകപ്രശസ്തനായ ബില്ലി ഗ്രഹാം ലോകത്തിൻ്റെ എല്ലാ വൻകരകളിലും പ്രസംഗിക്കുവാനായിട്ട് ദൈവാത്മാവ് അങ്ങോട്ട് അയച്ചു. ഒരേ ഒരു പാട്ട്, ഐ ഹാവ് ഡിസൈഡഡ് ടു ഫോളോ ജീസസ്. മില്യൻസിനെ ബില്ലി ഗ്രഹാമിന് നേടുവാനിടയായത് നാക്സിങ് എന്ന് പറയുന്ന വ്യക്തിയുടെ അചഞ്ചലമായ ദൈവസന്നിധിയിലുള്ള തീരുമാനമായിരുന്നു. ഇന്നെന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നമുക്ക് ദൈവസന്നിധിയിൽ ഒന്ന് എണീറ്റ് നിൽക്കാം. എടുത്തിരിക്കുന്ന തീരുമാനം, ജീവൻ പ്രാണൻ പോകേണ്ടി വന്നാലും വിടരുത്. നമ്മൾ കർത്തൃകരങ്ങളിലേക്ക് നമ്മളെ ഒന്ന് ഏൽപ്പിക്കാം. എന്നിട്ട് ദൈവത്തോടൊന്ന് പറയാം. ഈ പാട്ടിൻ്റെ വരികൾ ഒരു പക്ഷെങ്കിൽ നിങ്ങൾക്കെല്ലാം അറിയുന്ന പാട്ടായിരിക്കാം. ഏകാഗ്രത ഹൃദയത്തോടെ ഷമ്മ പറഞ്ഞതുപോലെ, ഞാൻ പടവെട്ടുന്നത് രാജ്യത്തിനോ രാജാവിനോ വേണ്ടിയിട്ടല്ല, ഈ ചെറുപയറിന് വേണ്ടിയിട്ടാണ്. ഞാൻ വിതച്ചത് ഞാൻ കൊയ്യും. കണ്ണീരോടെ ഞങ്ങളുടെ ഈ മരുഭൂമി യാത്ര കൊണ്ട് നടക്കുന്നത് പ്രതിഫല വിഭജന നാളിൽ ഞങ്ങളുടെ കരം വിലപ്പെട്ടിരിക്കണം. വിശുദ്ധൻ എന്നുള്ളൊരു മുദ്ര ഞങ്ങളുടെ മേൽ ഉണ്ടല്ലോ. വിശ്വസ്തൻ എന്ന് ഞങ്ങളുടെ കർത്താവ് ഞങ്ങളെ വിളിച്ചെങ്കിൽ, കർത്താവെ, അന്ത്യം വരെയും ഞങ്ങളെ നിലനിർത്തണമേ.